ചെറുതായിട്ടാ അല്ല വലുതായിട്ട്. ചെറിയ പ്രായത്തിലെ കല്യാണം കഴിച്ചാ എന്ത് ചെയ്യാനാ? വീട്ടില് ഫോഴ്സ് ചെയ്തോ? ഞാൻ ഫോഴ്സ് ചെയ്തു. ഭയങ്കര ഇഷ്ടമായിട്ടൊക്കെ എന്നെ. ഞാൻ തൊടുപുഴക്കാരിയാ. നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് വെച്ചേക്കാரு. ഞാൻ വെങ്ങല്ലൂരാ. ഷാപ്പുംപടി. അപ്പൊ കെന്ന ടച്ചർ ബിന്നി ടച്ചർ അതെ ടച്ചർ പറഞ്ഞ തൊടുപുഴ. വായി നോക്കുന്ന കാര്യം അമ്മയോട് പറയാറുണ്ട്. ഇപ്പൊ നോക്കാറുണ്ടോ? ഇത്രയും ഹൈറ്റ് ഉള്ള പയ്യന്മാരെ ഇത് മനസ്സിലായി. കാരണം വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞു ഏണിയിട്ട് കയറേണ്ടി വരും അവനൊരു ഉമ്മ കൊടുക്കാന്. 15 വയസ്സ് മൂത്തത് ഞാൻ കേട്ടെ. ഒന്നും എഴുതാനില്ല. ഞാൻ പറയട്ടെ. മഹേശ്വരി. மகேஷே அந்த ചിമ്മിനി கொஞ்சம் ஆஃப் பண்றியா? മൊബൈൽ അഡീഷനെ കുറിച്ച് പറഞ്ഞ അമ്മ ശിവാംഗിയെ വഴക്ക് പറയാറുണ്ട്. ഞാൻ വഴക്ക് പറയാം. എല്ലാം കേട്ടു. ഇന്നലെ എന്താ കേട്ടെ? ഞാൻ അയ്യോ അതിലെന്താ മനപ്പുറത്ത്? നമുക്ക് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റില്ല എന്ന് തന്നെ പറയാം കേട്ടോ ശിവാംഗി. ചക്കര ചാമത്ത് നിനക്ക് എന്ത് വേണം? പുതിയ ഡ്രസ്സ് മേടിച്ചു തരാവേ. ഞാനേ വാങ്ങിച്ചോളാം. അപ്പം ബിനിശേച്ചി ശിവാംഗി ഒരു ചെറിയൊരു സെഗ്മെന്റിലേക്ക് കൊണ്ടുപോവാണ്. എസ് ഓർ നോ ആണ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. എസ് അല്ലെങ്കിൽ നോ എന്ന് കാണിച്ചാൽ മതി കേട്ടോ. എന്നാ ഒരാൾക്ക് ഈ കാർഡ്, ഒരാൾക്ക് എന്നാ എന്റെ ബാക്കിൽ നോയും ഉണ്ട്. ഓക്കെ. വീട്ടു ജോലി ചെയ്യാൻ ശിവാംഗി സഹായിക്കാറുണ്ട്. ഓ എന്താ സ്പീഡായിരുന്നു നോയ്ക്കോ. ശിവാംഗി ക്ലീനിങ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമല്ല, പക്ഷെ ചെയ്താ ഇഷ്ടപ്പെട്ട് ചെയ്യും. ചെയ്താ ഇഷ്ടം. ഇറങ്ങണം. ഇറങ്ങാൻ പാട്. ഓക്കെ. മൊബൈൽ അഡീഷനെ കുറിച്ച് പറഞ്ഞ അമ്മ ശിവാംഗിയെ വഴക്ക് പറയാറുണ്ട്. ഞാൻ വഴക്ക് പറയാൻ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? അത് കോമഡി ആയിട്ടുണ്ട്. രണ്ടുപേർക്കും ഓവർ യൂസ് ആണ് ഫോണ്. അതെ. അല്ല എനിക്ക് സമയം ഉള്ളപ്പോഴേ ഞാൻ അയ്യോ അത് ഇവള് എബ്രോഡ് ഒക്കെ പോകുമ്പോഴത്തേ ഞാൻ പിന്നെ അവിടെ എന്ത് ചെയ്യും? അതിനെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് നൈറ്റ് 2 മണിക്ക് ഏതോ ഒരു വീട്ടിന്റെ കുത്തുകളൊക്കെല്ലാം എടുത്ത് റീൽസ് അയക്കും. എനി കമന്റ്സ്? നോ കമന്റ്സ്. ഓക്കെ. ശിവാംഗിയുടെ ബോയ് ഫ്രണ്ട്സിനെ കണ്ടാൽ അവരുടെ സ്വഭാവം അമ്മ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്. പ്രെഡിക്റ്റ് ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആയിട്ട് വരാറുണ്ടോ? ഓക്കെ. നമുക്കും ഉണ്ടല്ലോ അനുഭവം. അതുകൊണ്ടല്ല പ്രെഡിക്റ്റ്. ശിവാംഗിയുടെ ഫോൺ കോളുകൾ ഒളിഞ്ഞു നിന്ന് അമ്മ കേൾക്കാറുണ്ട്. അതിപ്പോഴും ഉണ്ടോ? ആ കഥയിൽ നിന്ന് വീണിട്ട് വീണ്ടും ഇന്നലെയും കേട്ടു. ഇന്നലെ എന്താ കേട്ടെ? ശിവാംഗി ഇന്നലെയും കേട്ടുന്ന്. എനിക്കറിയാം കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാ. അത് മാറ്റി വേറെ ട്രിക്ക് കണ്ടുപിടിച്ചൂടെ? വേറെ ട്രിക്കാ. ഞാൻ മൊട്ടമാടിയിൽ പോയാ സംസാരിക്കാം. അല്ല ഈ ഒച്ച കാരണം എന്തായാലും കേൾക്കൂലേ? ഞാനൊന്നും തെറ്റൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കേട്ടാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. രാവിലെ എഴുന്നേൽക്കാൻ മടിയാണ് ശിവാംഗിക്ക്. വെച്ചോണ്ടിരിക്ക. എത്ര മണിക്ക് എണീക്കാറ്? അത് ഡിപ്പെൻസ്. ഇപ്പൊ നിങ്ങളെല്ലാം വരുന്നു, ഇന്ന് നിങ്ങൾ ഓടുന്നുണ്ടേ, അതുകൊണ്ട് ഞാൻ 8 മണിക്ക് എഴുന്നേറ്റു. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പൊ ആരും ഇല്ലെങ്കിൽ, ആരും വരുന്നില്ല, അങ്ങനെ 10 മണി. അപ്പൊ എണീക്കൂല്ലേ? ഓക്കെ. വായി നോക്കുന്ന കാര്യം അമ്മയോട് പറയാറുണ്ട്. ചേച്ചി തെറ്റിദ്ധരിച്ചു പോയി. ഒന്നും സ്കൂളിലെ കാര്യം എല്ലാം ഒന്ന് പറയാറുണ്ട്. സ്കൂള് ഇപ്പൊ നോക്കാറുണ്ടോ? ഞാനൊരു പെണ്ണല്ലേ? അതെ. അത് ഇത്ര സുന്ദരിയായ സിംഗിൾ അല്ലേ? സിംഗിൾ അല്ലേ? അതെ. ഓക്കെ. ഇടക്കിടക്ക് ഞാൻ ചോദിച്ചു. മല്ലു ബോയ്സിനോട് ഇപ്പൊ ഒരു ആള് ഒരു പ്യുവർ ആയിട്ടുള്ള ലവ് അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കുവോ? ഇല്ല. എന്താ? അൾട്ടിമേറ്റ്ലി എന്റെ മൈൻഡ് ഒന്ന് തമിഴ് മൈൻഡ്. സോ കേരളയുടെ മൈൻഡ് സെറ്റ് ഡിഫറെന്റ്. ഓ അവൾക്ക് ഈ പക്ഷെ ഒരു മലയാളി ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ ചെന്നൈ നോ പ്രോബ്ലം.
ഓക്കെ, ചെന്നൈ ഈ ഊരിനോട് ഒരു അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട് അത് ഇവിടെ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ കാര്യം ആരും നോക്കി പോകുന്നില്ല, അങ്ങനെ മെന്റലി പീസ്ഫുൾ കുറച്ച് കൂടുതലുണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ അവിടെ ഇങ്ങനെ എല്ലാം ഇത് കണ്ട് 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 ഇവൾക്ക് അയ്യോ അവിടെ എല്ലാരും കുറ്റം പറയുക. അങ്ങനെയല്ല, എനിക്ക് അവിടുത്തെ ബോയ്സിന്റെ മൈൻഡ് എനിക്ക് അറിയില്ല. അറിയില്ലാത്തോണ്ടല്ലേ? അറിയില്ല. സോ അതുകൊണ്ട് ഇത്ര വയസ്സായി ഇതിന് അറിഞ്ഞ് ഇല്ലേ അവിടെ ഒരുപാട് ഉണ്ട്. എന്റെ കസിൻസ് എല്ലാം നല്ലവരാ, അതിനൊന്നും എല്ലാവരും നല്ലവരായിരിക്കാൻ പറ്റും. ഇടയെ കൂടെ പോയിട്ട് ഞാൻ ഒന്ന് കുടുംബം കസിൻസ് എല്ലാം നല്ലവരാ, പക്ഷെ എന്റെ കസിൻസ് എല്ലാം പൊന്നായ മനുഷ്യന്മാര്, തങ്കം, തനി തങ്കം. ഓക്കെ, അതും ബോയ്സ് എസ്പെഷ്യലി. ഒരു പുച്ഛമില്ല, ഒരു ഇതില്ല, ഒരു ഈഗോ ഇല്ല, അങ്ങനെ. ഓക്കെ, എന്റെ ചേച്ചിമാരുടെ മക്കളെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, പഴയ കഥകൾ പറഞ്ഞ് അമ്മയെ ബോറടിപ്പിക്കാറുണ്ട്. ഏത് പഴയ കഥ? പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്നും പറയാറില്ല. ഓക്കെ, മകൾ അറിയാതെ മകളുടെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇല്ല, കാരണം പാസ്വേഡ് പറഞ്ഞു തന്നില്ല, ഫുൾ ലോക്ക. ശിവാങ്കി ഒന്ന് നെട്ട് നോക്ക, എസ് ആണോ നോ ആണോ, പാസ്വേഡ് എങ്ങാനും കണ്ടുപിടിച്ചിട്ടുണ്ടോന്ന്. ശിവാങ്കി പോകുന്ന സ്ഥലങ്ങളെല്ലാം അമ്മ കണ്ടുപിടിക്കാറുണ്ട്. ഇല്ല, ഓക്കെ, അങ്ങനെ ഷേഡിയായിട്ട് ഞാനും ഉണ്ടാവില്ല. ഫ്രീ ആയിട്ട് ചുമ്മാ ഞങ്ങളിങ്ങനെ ഞാനും പറഞ്ഞിട്ടാ പോളൂ എവിടെ പോകുന്നു. ഇപ്പൊ ശിവാങ്കിക്ക് ഒരാൾ ഇഷ്ടമാണെങ്കിൽ അത് ലവ് മാരേജിന് വീട്ടുകാർ സമ്മതിക്കും. അതെന്താ നോക്കിട്ട് കാണിച്ചേ? പറ. അല്ല, നമ്മൾ ഉടനെ കയറി എങ്ങനെ സമ്മതിക്കത്തില്ലല്ലോ. പക്ഷെ അൾട്ടിമേറ്റ്ലി സമ്മതിക്കും. എന്താ കോൺഫിഡൻസ്. ഇപ്പൊ ചേച്ചിയുടെ നേരത്തെ ഇന്റർവ്യൂ, ഓൾഡ് ഇന്റർവ്യൂയില് ചേച്ചിയുടെ പ്രണയ കാര്യങ്ങളും ഇതൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ദൂരദർശനില് ഒരു മ്യൂസിക് കേട്ട് അങ്ങനെയാണ് ഇൻട്രോവേർട്ട് ആയ കൃഷ്ണകുമാർ സാറ് ചേച്ചിനെ തിരിച്ചറിയുന്നത്, അങ്ങനെ നിങ്ങൾ ഇഷ്ടത്തിലേക്ക് ആവുന്നത്. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ പ്രണയത്തിലായത്. പക്ഷെ സാറ് നല്ല പേഴ്സണാലിറ്റി, നല്ല ഇതൊക്കെ ആണെങ്കിലും വീട്ടിലെന്തോ പ്രണയിച്ചു എന്ന കാര്യത്തിൽ കുറച്ച് എതിർപ്പൊക്കെ ചേട്ടനും അമ്മയ്ക്കൊക്കെ ഉണ്ടായി. അപ്പൊ അങ്ങനത്തെ ഒരു എതിർപ്പ് ശിവാങ്കിയുടെ കാര്യത്തിലും വരുമോ? ഒരിക്കലും ഇല്ല. ആരെ കൊണ്ടുവരുന്നു അതാ, അവൾ ആരെ സെലക്ട് ചെയ്യുന്നു അനുസരിച്ച് നമുക്ക് പറ്റില്ല എന്നൊരാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റില്ല എന്ന് തന്നെ പറയും കേട്ടോ ശിവാങ്കി. ശിവാങ്കി കേട്ടോ, ഇതെല്ലാം ഒരു 4 വർഷം കഴിഞ്ഞ് നടക്കக்கூடிய മാറ്റർ. അതെ, 4 വർഷം ഉണ്ട്. അവൻ മൂക്കി കൂടെ പല്ലു വരും. പിന്നെ ഞങ്ങൾ അടുത്ത ഒരു 2 കൊല്ലം കഴിയുമ്പോഴത്തേക്കും. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എല്ലാരും ഇവിടെ കസിൻസ്, എന്റെ നീസസ് എല്ലാരും പെൺകുട്ടികളൊക്കെ ഒരു 28, 29 അതാണ് വയസ്സെന്ന് പറയണേ. എന്താന്നറിയില്ല, കാലം പോയ പോക്കെ. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ 21, 22 വയസ്സായിരുന്നു. അതെ, ഇപ്പത്തെ എല്ലാവർക്കും കല്യാണായോ? അതെ, കണ്ടില്ലേ? ചെറുതായിട്ടാ അല്ല വലുതായിട്ട് ഭീഷണിപ്പെടുത്തിയേക്കാം. ചെറിയ പ്രായത്തിലെ കല്യാണം വെച്ചാ എന്ത് ചെയ്യാനാ? വീട്ടില് ഫോഴ്സ് ചെയ്തോ? ഞാൻ ഫോഴ്സ് ചെയ്തു. വീട്ടിൽ ഓരോ ഫോഴ്സ് ഉണ്ടായിരുന്നു, ഞാൻ തന്നെ എന്നെ തന്നെ ഫോഴ്സ് ചെയ്തു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കെന്നെ. ശരിക്കും ഞങ്ങളുടെ ഇതേപോലെയാണ് നമ്മുടെ തൊടുപുഴ ഫാമിലിക്ക് കൂട്ടിക്കൊണ്ട്. ഞാൻ തൊടുപുഴക്കാരിയാ. അത് നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് വെച്ചേക്കാറ്. ഞാൻ വെങ്ങല്ലൂരാ. ഷാപ്പുംപടി. ഗാർഡിയൻ കൺട്രോൾ ഒരു റോഡ് ഗാർഡിയൻ കൺട്രോൾ അവിടെ ഞങ്ങള്. ഉണ്മയിലെ നിങ്ങൾ അവിടെയാണോ ഇല്ലെങ്കിൽ ഇന്റർവ്യൂ വേണ്ടി വീട്? ഗാർഡിയൻ കൺട്രോൾസിന്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന വെള്ള വീട്, 2 വെള്ള വീടില്ലേ? ഓ, ഈ വഴി എടുക്കണം. അതിന്റെ ഇറക്കം കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങുമ്പോ 2 വെള്ള വീടില്ലേ? പോയാ റംലാത്തയുടെ കട ഉണ്ടാവും. അയ്യോ, നമ്മൾ ഇത്ര അടുത്തായിരുന്നു. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. ഞാൻ റംലാത്തയുടെ കടയുടെ ഒരു മിനിറ്റ് ഇടയ്ക്ക് കയറില്ല. റംലാത്തയുടെ കടയുടെ മോളിലത്തെ വീട് നമ്മുടെ, താഴത്തെ വീട് ഈ കുട്ടര. ഇത് എന്താണ്? താഴത്തെ വീട് എന്റെ അല്ല, താഴത്തെ വീട് എന്റെ അല്ല.
അല്ല, ഗാർഡിയൻ റോസ് കഴിഞ്ഞിട്ട് ആ വഴി റൈറ്റ് എടുത്ത് പോണം, കുറച്ച് അങ്ങ് പോണം. ഇത് ഇറങ്ങി വരുമ്പോ തന്നെ എന്നാലും തൊട്ട് അയൽപ്പക്കമാണ് മനുഷ്യരെ. ഈ കൊച്ചിൻ ഞങ്ങളുടെ വീടും തൊട്ട അയൽപ്പക്കംകാര് ഇത്രയും നേരം ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് ഇപ്പോഴോ തൊടുപുഴക്കാരി. ശരി, അത് ഓക്കെ. വെങ്ങല്ലൂര്, അയ്യോ ഞാനും വെങ്ങല്ലൂര്. ഷാപ്പുംപടി, അയ്യോ ഞാനും ഷാപ്പുംപടി. ഗാർഡിയൻ കൺട്രോൾ, അയ്യോ അവിടെ. പിന്നെ റംലാത്ത. അതെ, ഞാൻ വന്നപ്പോ പറയാത്തത് ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് ആ ഒരു സർപ്രൈസ് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ മറന്നുപോയി, ആ ഫ്ലോയില് സംസാരിച്ച് തൊടുവിടാന്നൊക്കെ പറയാൻ പറഞ്ഞു. എനിക്ക് വയ്യ. ഭയങ്കര അത്ഭുതമായിട്ടോ. ഞാൻ ട്രിവാൻഡ്രം, കൊച്ചി അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയല്ല. ഞാൻ തൊടുവിടാന്ന് കേൾക്കുമ്പോ എനിക്ക് എന്തോ പിന്നെ ടച്ച് റിവർ. അപ്പൊ കണ്ണൂര്. കണ്ണൂര് അതെവിടെ ഉണ്ട്? അത് വേറൊരു വഴിക്ക്, കേരളത്തിന്റെ അങ്ങേയറ്റം. അതെ. പക്ഷെ ഇപ്പൊ കൊച്ചിയിലാ സെറ്റിൽഡ് ആയിരിക്കും. അപ്പൊ കെന്ന ടച്ച് റിവർ, ബിന്നി ടച്ച് റിവർ. അതെ, ടച്ച് റിവർ എന്ന് പറഞ്ഞാൽ തൊടുപുഴ. ഞങ്ങൾ അങ്ങനെ ടച്ച് റിവർക്കാരായിരിക്കും, അല്ലെങ്കിൽ തൊടുപുഴക്കാർക്ക് നല്ല മനസ്സാ. പിന്നെ ഭയങ്കര രസമാണ്. അത് ഇവരോട് പറയുമ്പോ ഇവർക്ക് പുച്ഛാണ്. അല്ല, നല്ല മനസ്സാ. പുച്ഛാണോ നല്ല മനസ്സാ? എനിക്ക് കൊടുങ്ങല്ലൂർ ഒരു കാര്യം ഇഷ്ടാ. കൊടുങ്ങല്ലൂർ അത് അവളുടെ പെരിയമ്മയുണ്ട് അവിടെ വലിയ. ഇത് അവിടെ ആ നസ്ലിൻ പ്രേമലയുടെ ഭാഷ അവിടെയാ. അവിടെ നേരമായി ആ പേരിന്റെ പേര് പറഞ്ഞു. ഞാനത് പിടിക്കട്ടെ. നസ്ലിൻ സംസാരിക്കുന്ന ഭാഷ എന്തോന്നത് അത് സ്ലാങ്. ഇവളുടെ കുറെ കസിൻസ് അങ്ങനെ എന്തുണ്ട്. അതെ, നസ്ലിൻ ഭയങ്കര ഡീസന്റ് ഇൻട്രോവേർട്ടാ. ആര്? നസ്ലിൻ. നീ അങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടം ആണോ? അമ്മയ്ക്ക് അപ്പനെ ഇഷ്ടമുള്ള മരി. അയ്യോ ചെറുത്, എന്നെക്കാളും 2 വയസ്സ് ചെറുത്. കുഴപ്പമില്ല. ഇപ്പൊ അതാ ഫാഷൻ. അപ്പൊ എന്തിനാ പറയുന്നേ? കൊണ്ടുവരുന്നേ എത്ര ഗ്യാപ്പ് വേണം? 2 പാടുള്ളൂ. ഏജ് മാക്സിമം 5, മിനിമം 2. നിങ്ങൾ എത്ര ഉണ്ട്? 3. നല്ല 3 ആയാലും കുഴപ്പമില്ലല്ലോ. 4 to 5 ഓക്കെ. അതെന്താ അങ്ങനെ ഒരു ഏജ് സെറ്റ് മൈൻഡിൽ തന്നെ ഇങ്ങനെ പിടിപ്പിച്ചല്ലേ? അങ്ങായിരിക്കുള്ളൂ. അങ്ങനെയൊന്നും ഇല്ല, എത്ര വയസ്സായാലും. അപ്പൊ 15 വയസ്സ് മൂത്തത് ഞാൻ കേട്ടെ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. അല്ല, ഈ സെഗ്മെന്റ് കഴിഞ്ഞു. ഇനി വേറെ ഒരു സെഗ്മെന്റ് ഉണ്ട്, ഒരു ബോർഡാണ്. ഇനി എഴുതുന്നത് കഴിഞ്ഞോ? കഴിയാറേ. ഇതിപ്പം പാർട്ട്നേഴ്സ് ഒക്കെ ആയിട്ട് ചെയ്യണതാണ് മനപ്പുരത്തം. ഇപ്പൊ ശിവാംഗി ഇനി ഒരു പാർട്ട്ണറായിട്ട് വരെ ഞാൻ വീണ്ടും ഈ ഗെയിം ഇറക്കുന്നതായിരിക്കും. അതിന് പകരം ഇപ്പൊ അമ്മയായിട്ട് എത്രത്തോളം അമ്മേനെ അറിയാം, അല്ലെങ്കിൽ ശിവാംഗിക്ക് എത്രത്തോളം അമ്മേനെ അറിയാം, അമ്മയ്ക്ക് ശിവാംഗിനെ എത്രത്തോളം അറിയാം എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു മനപ്പുരത്തം റൗണ്ട് ആണ്. പിന്നെ ബോർഡും ഉണ്ട്, ഡസ്റ്ററും ഉണ്ട്. നോക്കാൻ പാടില്ല കേട്ടോ, എഴുതുകയും ചെയ്യണം. ഓക്കെ. ഈ സാധനം ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. മിനി ചേച്ചിയുടെ തന്നെ എഴുതേണ്ടത്. ഈ സാധനം ഇല്ലെങ്കിൽ ചേച്ചിക്ക് ജീവിക്കാൻ പറ്റില്ല. കാണിക്കട്ടെ? കാണിച്ചേ. 1 മിനിറ്റ്. ഓക്കെ. ഇത് അവിടെ എന്തെഴുതി? അവളോലെ മൊബൈലിൽ നിന്നായിരിക്കും. ഫോൺ ഞാൻ മ്യൂസിക് അമീനിയുടെ ഇതിലെല്ലാം ക്ലാസ് എല്ലാം എടുക്കുന്നേ. അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് ഈ കാര്യത്തിനാണ്. ആരോടാ? ശിവാംഗി ചെയ്യുമ്പോ ഏറ്റവും കൂടുതൽ അമ്മ ആംഗ്രി ആവുന്നത് ഈ കാര്യത്തിലാണ്. ശിവാംഗിയോട് 2-3 ഓപ്ഷൻസ് എഴുതിക്കോ, ഏതെങ്കിലും കറക്റ്റ് ആയാലോ. ഉറക്കം, ഫോണ്, മ്യൂസിക് പഠിക്കാൻ വരില്ല, ക്ലീൻലിനെസ്, നോ പ്രാക്ടീസ്. നോ പ്രാക്ടീസ് കറക്റ്റ് ആയിട്ടുണ്ട്. ഉറക്കം കൂടുതലാ ശിവാംഗിക്ക്? ഇല്ല, ചില നേരം രാവിലെ കുറെ വിളിക്കും, എന്നാലും ഈ മ്യൂസിക് പഠിക്കാൻ വരാത്തതാണ് മെയിൻ ഏറ്റവും. ഓക്കെ, കറക്റ്റ്. അമ്മ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇമോജി, ലൈക് സ്മൈലീസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇമോജി വരച്ചോ. കറക്റ്റ്. ഇല്ല, കറക്റ്റ് അല്ല. അമ്മ ഈ ഹാർട്ട് വെക്ക്. ഹാർട്ട്
അത് എന്റെ കുഴപ്പമില്ലല്ലോ, അത് ഇമോജിയിലുള്ളതാ. ഞാൻ ഈ സ്മൈലാ മെയിൻ ആയിട്ട്. ഇമോജി നാലേ സ്മൈലി അമ്മ. ശരി, അപ്പൊ കുഴപ്പമില്ല, ഓൾമോസ്റ്റ് ഒന്നാണ്. വീട്ടില് അമ്മ വെച്ചിരിക്കുന്ന കോമൺ നിയമം, ഒരു കോമൺ റൂള് എല്ലാവർക്കും അമ്മ വീട്ടിൽ വെച്ചിട്ടുണ്ട്, അതെന്താണ്? ക്ലീൻ ആയിരിക്കും. കുറെ റൂള് വെച്ചിട്ടുണ്ടോ? ക്ലീൻ ആയിരിക്കണം, ക്ലെൻലിനെസ്, നോ തിങ്സ്, നോ ഗാർബേജ്. കറക്റ്റ്. അത് ഈ വീട് കാണാനുണ്ട്, നല്ല ക്ലീൻ ആയിരിക്കും. താങ്ക് യു. അല്ല, ഞാനിപ്പം മകേശ്വരി വന്നിട്ട് നമുക്ക് ഫുൾ ടൈം ഒരു ഉണ്ടെങ്കിലും ഞാൻ 3-4 പ്രാവശ്യം ഇപ്പൊ വെള്ളയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇത് ഫുൾ ഇതുവരെ ആരും അറിയുന്നില്ല, ചെയ്യാറുണ്ട്. വെൽ മെയിൻറ്റെയിൻ ആയിട്ട് പിള്ളേരും അല്ലേ? അതെ, പ്രത്യേകിച്ച് ഇവിടുത്തെ ചെന്നൈയിലെ വെള്ളം എന്ന് പറയണത് ഭയങ്കര ഉപ്പും ഭയങ്കര ഹാർഡ് വാട്ടർ. സോ മുടി, തറ എല്ലാം നമ്മുടെ വൈറ്റ് ആണെങ്കിൽ അതെല്ലാം പിന്നീട് മിറിന്റെ കളറായിരിക്കും. ഈ കളറായിട്ട് വെള്ളമൊക്കെ അത്ര കുറച്ച് മോശമാണ്. ഓക്കെ, ഷോപ്പിംഗ് ബില്ല് കണ്ടാൽ അറ്റാക്ക് വരുന്നത് ആർക്കാണ്? ഷോപ്പിംഗ് ബില്ല് കണ്ടാൽ അറ്റാക്ക് വരുന്നത് ആർക്കാണ്? നിങ്ങൾ രണ്ടുപേരല്ലേ കേട്ടോ? അല്ല, ഇപ്പൊ ഞാൻ ചെയ്യുന്നതാണോ? മൊത്തത്തില് ഒരു ഷോപ്പിംഗ് ബില്ല്, അല്ല മൊത്തം, ചേച്ചി മാത്രല്ല. എന്റെ ബില്ല് ആർക്കും അറ്റാക്ക് വരാറില്ല. എനിക്ക് തന്നെ എന്റെ ബില്ല് മാസം ഞാൻ ഇങ്ങനെ കൂട്ടി നോക്കുമ്പോ ഇത്രയും സാധനങ്ങൾ ഒരുപാട് ഞാൻ അത്ര വാങ്ങിക്കില്ല. ഡ്രസ് പ്രാന്തിയാ ഞാൻ ബാഗാ. അയ്യോ, ബാഗ് മേടിക്കണേ മറ്റേ കോച്ച്, മറ്റേ മൈക്കിൾ കോഴ്സ്, അതൊക്കെ പോയി. ഞങ്ങൾ ആ രൂപയ്ക്ക് 2 മേടിക്കുമ്പോഴേ രൂപയോ. അതെ, ഞങ്ങൾ ആ വിലക്ക് 10 വാങ്ങിക്കൊണ്ട് വരും. ഓക്കെ, അമ്മ വീട്ടിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വാക്ക്, വേർഡ്, ഏറ്റവും അധികം വീട്ടിൽ ഉപയോഗിക്കുന്നത്? ഉപയോഗിക്കാറില്ല. അല്ലെങ്കിൽ കോമൺ സംസാരം എപ്പോഴും അമ്മ ഒരു വേർഡ്. ഞാൻ ഇവിടെ വിളിക്കണാണോ? അല്ല, കോമൺ അമ്മ ചേച്ചി വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡ്. ഇപ്പൊ എന്താ, ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ഇപ്പൊ ചിലവർക്ക് നോക്കൂ ഇടക്കിടക്ക് ഇങ്ങനെ. ഞാൻ എഴുതി. ശിവാങ്കി എഴുതി. എനിക്ക് ഒന്നും എഴുതാനില്ല. ഞാൻ പറയട്ടെ. മഹേശ്വരി ഇവിടത്തെ ചേച്ചി. നിങ്ങൾ ഇവിടെ വന്നപ്പോഴേ സത്യം കേട്ടോ, അവൾ ഇത്ര ഒബ്സർവ് ചെയ്തെന്ന് അറിയില്ല. മകേശ്വരിയാണ് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്. ഡെയിലി ഒരു ദിവസം പേരാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. നല്ല ആൻസർ. ഓക്കെ, വീട്ടിൽ ഏറ്റവും അധികം ക്രിഞ്ച് ഡയലോഗുകൾ പറയുന്നത് ആരാണ്? അപ്പ പാട്ടേ മനപ്പുറത്തം ആണോ? സാറിനെ കണ്ടിട്ട് പക്ഷെ അങ്ങനെ തോന്നിയില്ല. എന്നാ ക്രിഞ്ചി. ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഇല്ല, സംബന്ധമേ ഇല്ലാമ ഏതോ ഒരു കഥ ഒന്ന് എടുത്തിട്ട് പറയും, എന്നിട്ട് സംബന്ധമേ ഇല്ലാതെ ഒരു വളിപ്പ്. കേൾക്കാത്ത ഭാഗ്യല്ലേ, അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഇറക്കി വിടും കേട്ടോ. ഈ അടുത്ത് പറഞ്ഞ ഒരു ക്രിഞ്ച് ഡയലോഗ് എന്തെങ്കിലും? ഓർമ്മയില്ല. നൈസ് എസ്കേപ്പ്. ഓക്കെ, വീട്ടിലെ കറന്റ് ബിൽ കൂടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണ്? സോളാർ ആണോ? ഓക്കെ, ആ ക്വസ്റ്റ്യൻ ബാൻഡ്. ഓക്കെ, യാത്ര പോകാൻ നേരം സാധനങ്ങൾ മറക്കുന്നത് ആര്? കുടുംബത്തിലെ ആണോ? ഇല്ല, എനിക്ക് അമ്മയ്ക്കുമാ. നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ. ഞാനല്ല, അമ്മ. അമ്മയാണ്. ട്രിപ്പില് അഡാപ്റ്റർ എടുത്തിട്ട് വന്നില്ല. ചെറിയ മെയിൻ ഒന്നും മറക്കില്ല. വിസ, പാസ്പോർട്ട്, അത് പേപ്പർ, ഇതെല്ലാം എങ്ങനെ നാട്ടിലേ പോകാൻ പറ്റില്ല. ഓക്കെ, അമ്മയാണ് മറക്കാൻ. വീട്ടിലോ? എല്ലാരും കൊറേ മറക്കും. അച്ഛന്റെയും അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി എന്നാണ്? Jan 24th. Yes, with the year. Very good. അന്ന് 2000 ഞാൻ പറഞ്ഞു. അതിന് മുമ്പത്തെ വർഷമായിരിക്കും. അന്ന് പിന്നെ ചേച്ചിയുടെ ബർത്ത്ഡേയും കൂടെ എങ്ങനെ എഴുതും? വിത്ത് ഇയർ. കറക്റ്റ്. ചക്കര ചാമത്ത് നിനക്ക് എന്ത് വേണം? പുതിയ ഡ്രസ് മേടിച്ചു തരാവേ. ഞാനേ വാങ്ങിച്ചോളാം. ഞാനേ വാങ്ങിച്ചോളാം. ഓക്കെ, ശിവാംഗിയുടെ പാർട്ട്ണറിന് ശിവാംഗി എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വേണ്ടത്?
അത് എന്റെ അടുത്തല്ലേ ചെയ്യണ്ട. ആ അല്ല, അമ്മയുടെ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ എന്തൊക്കെ ക്വാളിറ്റീസ് ആയിരിക്കും ശിവാംഗി പറയാൻ പോകുന്നത്. ശിവാംഗിക്ക് ഒരു ലിസ്റ്റ് ഉണ്ട്, നോക്കട്ടെ. ലവബിൾ പേഴ്സൺ, ആദ്യം ഒരാളുടെ വെക്കാം. പേഷ്യൻസ്, ഗിവ് ആൻഡ് ടേക്ക്, ഹാപ്പി മാൻ, കെയറിംഗ്, നോ ഈഗോ, സുന്ദരൻ, 6 അടി ഹൈറ്റ് പ്ലസ് സോഫ്റ്റ്. സോഫ്റ്റ് മീൻസ് സോഫ്റ്റ് ക്യാരക്ടർ. ഓ, ഞാൻ അടുത്ത് തുടങ്ങുമ്പോ നല്ല സോഫ്റ്റ് ആയിരിക്കും. നോക്കട്ടെ, ഒന്നുകൂടെ കാണിച്ചേ. അമ്മ എഴുതിയേക്കുന്നതിൽ ഒന്നും വന്നിട്ടില്ല. കെയറിങ്, ഓക്കെ. കെയറിങ് എങ്ങനെയാ? പൊന്നുപോലെ ഇങ്ങനെ കൊണ്ടു നടക്കണം, എവിടെ പോയാലും വരണം. ഒറ്റയ്ക്ക് പോകാനൊന്നും ഇഷ്ടമല്ല കെട്ടിക്കഴിഞ്ഞിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്കും പോവും. ആ, പക്ഷേ കെയറിങ് മസിന് എവിടെ പോയി വിളിച്ചൊക്കെ ചോദിക്കണം, എപ്പോ വരും, അങ്ങനെയൊക്കെ വേണം. ഓക്കെ. നോ ഈഗോ, ഈഗോ ഒട്ടും പാടില്ല ഒരു കാരണം വെച്ചാലും. ഓക്കെ. ഈഗോ ഉണ്ടോ? എനിക്ക് ആ ഇല്ല. ഇല്ല. അപ്പൊ വേണ്ട. സുന്ദരൻ. ആ, എന്താ സുന്ദരൻ എന്ന് പറയാൻ? ഈ അമ്മാണ് അപ്പ പറയും സുന്ദരനായ ഒരു ചെക്ക വേണമെന്ന്. അങ്ങനെയല്ല, ഞാൻ സൗന്ദര്യത്തിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. 6 അടി ഹൈറ്റ്. ചുമ്മാ അമ്മ അതും പറയും. അല്ല, ഇതെല്ലാം അമ്മയുടെ ആഗ്രഹമാണ്. അയ്യോ, ആരുടെ ആയിട്ടുള്ള ചെക്ക വേണമെന്ന് അമ്മല്ലേ പറഞ്ഞേ? നീയല്ലടി പറഞ്ഞ 5'11" വേണമെന്ന്. അയ്യോ, ആരുടെ ആയിട്ടുള്ള ചെക്ക വേണമെന്ന് അമ്മല്ലേ പറഞ്ഞേ? നീയല്ലടി പറഞ്ഞ 5'11" വേണമെന്ന്. ശരി, അതെ, ശിവാംഗി പറഞ്ഞ കേൾക്കണേ. എനിക്ക് ഇങ്ങനെ നെഞ്ചിലേക്ക് കടക്കുമ്പോ ഹാർട്ട് ബീറ്റ് ടിക് 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 എന്ന് കേൾക്കും. റീസെന്റ് ആയിട്ട് സിഡ്നി പോയപ്പോ 6 അടി 4 ഇഞ്ച് ഒരു പയ്യനെ കണ്ടു. എഞ്ചിനീയറിംഗ് പഠിക്കാനാ കണ്ടുവന്ന. ആ പയ്യന്റെ കൂടെ ഞാൻ ഒരു ഫോട്ടോ എന്ന് ചോദിച്ചാൽ ഫോട്ടോ എടുത്തു. അപ്പൊ എന്നെ നാണിച്ചിട്ട് വയ്യ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്രയും ഹൈറ്റ് ഉള്ള പയ്യന്മാരെ അത് മനസ്സിലായി. കാരണം വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞു, ഏണിയിട്ട് കയറേണ്ടി വരും അവനൊരു ഉമ്മ കൊടുക്കാന്. ചാടി കഴിയണം. എന്താ എന്തെങ്കിലും കമന്റ്സ് പറയാറുണ്ടോ? നോ കമന്റ്സ്. ചാടിയാലും കുഴപ്പമില്ല. 6 അടി തന്നെ മസ്റ്റ് ആണ്. 5 അടി 11. 5 അടി 11. ഈ 1 ഇഞ്ചിന് എന്ത് ആ 1 ഇഞ്ചിൽ എന്താ ഇരിക്കുന്നേ? എനിക്ക് 6 അടി വേണ്ട. 6 അടി വേണ്ട. 5 അടി 5 അടി 11. അതിലെന്താ കാര്യം? അത് കുറച്ച് നമുക്ക് ഹൈറ്റ് മാച്ച് ആവും. ഓക്കെ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഈ വീട്ടിലെ സംഗീത ഭവൻ എന്നല്ലേ വീടിന്റെ? അല്ല, അതെന്റെ നാട്ടിലെ വീട്. നാട്ടിന്റെ വീട്. നമ്മുടെ ഈ വീടിന് എന്താ? വീടിന് ശിവം സുന്ദരം എന്നാണ് ഇല്ല, നമ്പർ 6 7. ശിവം സുന്ദർ. ശിവം എന്ന് ശിവാംഗി, മോന്റെ പേര് വിനായക് സുന്ദരം. ശിവൻ സുന്ദരം എന്ന് ഇവിടെ കുറച്ച് വെളിയിൽ കുറച്ചുകൂടെ വർക്കുണ്ട്. ഒരു ഇത് വെച്ചങ്ങനെ ഒരു ഗോൾഡിൽ ഇതില് എഴുതണം എന്നൊക്കെ വിചാരിച്ചു. ഇത് പല്ലെങ്കിൽ ഇല്ല 6 and 7. അപ്പൊ ശിവം സുന്ദരത്തിൽ ഈ കുടുംബത്തിലെ ഏറ്റവും പാവം ആരാണ്? ഞാൻ അയ്യോ, അതിലെന്താ മനപ്പുറത്താ? നിങ്ങൾ രണ്ടുപേരാണ് ഈ കുടുംബത്തിലെ ഏറ്റവും പാവം. പക്ഷെ ഞാൻ കേട്ടേക്കണ ബ്രദർ അനിയനാണെന്നാണല്ലോ വിനായകൻ. സത്യം പറഞ്ഞ പാവം ശരിക്കും പറഞ്ഞ അപ്പായാണ്. അപ്പയാണ്. അതെ, അപ്പയാണ് പാവം. നമ്മള് വെച്ചാൽ മേക്കുന്നത്. അതെ, പാവം. നമുക്ക് അപ്പാന്ന് എഴുതാം. ഞങ്ങൾ പിന്നെ എഴുതാം അപ്പാ. അപ്പാണ് ഞങ്ങളുടെ മികപ്പെരിയ ഫ്ലാഗ് ബെയറർ ഓഫ് ദ ഫാമിലി. ചേച്ചി അപ്പാന്ന് തന്നെയാണോ വിളിക്കുന്നത്? ഞാന് അങ്ങനെയായിരുന്നു. പിള്ളേരുണ്ടായതിനു ശേഷം അപ്പാന്നാ വിളിച്ചോണ്ടിരുന്നത്. അപ്പാന്ന് ഇപ്പൊ പിന്നെ വീണ്ടും കൃഷ്ണനാക്കി. മറ്റു പിള്ളേര് കേൾക്കാനായിട്ട് പുള്ളി അപ്പാന്നും ഞാൻ അമ്മാന്നും എന്നെ അമ്മാന്നും വിളിച്ചോണ്ടിരുന്നു. അത് പിന്നെ പിന്നെ ഇവിടെ തമിഴ് ആൾക്കാരുടെ ഒരു ഇതാണ്. പിന്നെ അങ്ങ് അവരെ അപ്പ അമ്മ വിളിക്കാറുള്ളൂ. ഓ, പരസ്പരം. ചേച്ചീനെ എന്താ വിളിക്കുന്ന? അമ്മ. അങ്ങനെ അപ്പ അമ്മ. പിള്ളേരുടെ അച്ഛ, പിള്ളേരുടെ അമ്മ. ഇപ്പൊ പക്ഷെ എന്നെ ഒന്നും ഇതുവരെ വിളിച്ചിട്ടില്ല. ശരി, അപ്പ എന്നെ എന്താടി വിളിച്ചിട്ടുള്ള? അമ്മ കൂപ്പിടുന്നു. അമ്മ ഇവരോട് പറയുമ്പോഴും അമ്മ എന്നാ പറയുന്നത്. ഇവിടെ വീട്ടിലെ മീഡിയം ഓഫ് ലാംഗ്വേജ് തമിഴാണോ മലയാളമാണോ? അമ്മയുടെ അടുത്ത് മാത്രം മലയാളം, അപ്പാടെ തമിഴ്. പുള്ളി അപ്പ തമിഴ്, ബ്രാഹ്മണ, തമിഴാണ്. ഞാൻ മലയാളി. അത് കാരണം ഒരു ലാംഗ്വേജ് പഠിക്കില്ല. ഞാൻ മലയാളം, ഇവർ എന്റെ അടുത്ത് മലയാളം, പിന്നെ ഇവര് തമിഴ്. ബ്രദർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് തമിഴ്. മലയാളം അറിയോ?
ആ അറിയാം മലയാളം. അറിയാം. പിന്നെ എന്റെ അടുത്ത് മലയാളം ഞാൻ അവൻ സംസാരിക്കാൻ മലയാളം എന്നെക്കാളും അത് സൂപ്പറാ. ആ നല്ലോണം സംസാരിക്കും. ബ്രദറിന് എങ്ങനെ ഇപ്പൊ നിങ്ങളുടെ ഇപ്പം ശിവാങ്കി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ എക്സ്പ്രസീവ് അല്ല, പക്ഷെ അവൻ എന്നെ ഇഷ്ടമാണ്, എനിക്ക് അവനെ ഇഷ്ടമാണ്. ഇപ്പൊ ശിവാങ്കി ഇത്രയും ഫേമസ് ആക്കി ആവുമ്പോ ഈ ബ്രദറിന്റെ ഫ്രണ്ട്സ് തന്നെ പോകും എന്റെ ചേച്ചിയുടെ ഭയങ്കര ഫാനാണ് ഞാൻ, ഹായ് ഒക്കെ എങ്ങനെ ബ്രദർ അവനെ ബോറടിക്കും. അതുകൊണ്ടാ വെളി പറയാറില്ല ഇതാണ് ചേച്ചി. ഈവൻ ഒളിച്ചെവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും ആൾക്കാർ ഹേ ശിവാങ്കി തമ്പിതാനെ പറഞ്ഞ് അവൻ ചിലപ്പം ഒരു പ്രൈവസിക്ക് അങ്ങനെ പോകുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ഓ എന്ന് പറയും, ആ ശരി ശരി, അപ്പൊ അവനോടൊന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നത്. ഈ ഏതെങ്കിലും ഒരു ഫാൻ ബോയ് അയച്ചേക്കണ മെസ്സേജ് അല്ലെങ്കിൽ ലെറ്റർ അങ്ങനെ എന്തെങ്കിലും ഇപ്പോഴും സ്ട്രൈക്കിംഗ് ആയിട്ട് മനസ്സിൽ കിടക്കുന്നുണ്ടോ? ലെറ്റർ ഒന്നുമില്ല, ഫാൻ ബോയ്സ് നിറയെ ഉണ്ട്. പക്ഷെ ലെറ്റർ അവരുടെ ആക്ഷൻസ് എല്ലാം നല്ല റെസ്റ്റോറന്റ്. ഓക്കെ. ഈ ഒരുപാട് ബോയ്സ് ഫാൻസ് ആയിട്ടുണ്ടല്ലോ, അപ്പൊ ഇതെങ്ങനെ ഒരു ക്രൗഡ്? ബോയ്സിനെക്കാളും ഗേൾസ് ആ ഫാൻസ്. എന്നാലും ഈ ഒരു ഈക്വലോ ബോയ്സിന്റെ എണ്ണം കുറവല്ല. ഇപ്പൊ ഈ പുറത്തേക്കൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോ എങ്ങനെ ഈ ക്രൗഡ് എന്തായാലും തിരിച്ചറിയും. അങ്ങനെ ആരും ലൈക്ക് അത്ര ക്രൗഡായി അങ്ങനെ ചെയ്യില്ല. കാണും, ഒരു ജോലിയിലിരുന്നെങ്കിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഫോട്ടോസ് എടുക്കാനൊക്കെ ഇങ്ങനെ ഒരുപാട് പേര്. ഓക്കെ. ഇപ്പൊ നാട്ടില് തൊടുപുഴയൊക്കെ ചെല്ലുമ്പോ അല്ലെങ്കിൽ വീട്ടില് കേരളത്തിലേക്കൊക്കെ വരുമ്പോ എങ്ങനെയാണ് അവിടത്തെ ആരാധന? അത്ര പേർക്കല്ല എന്നെ അറിയില്ല. ഇവിടെ അറിയുന്ന മാതിരി അവിടെ അറിയില്ല. അറിയാൻ തുടങ്ങിയിട്ടില്ല. അറിയാന്നറിയാല്ലേ പിന്നെ ഇല്ലെങ്കിൽ അവര് അല്ല റിയൽ പീപ്പിൾ ഡിജിറ്റലി ഓക്കെ. റിയൽ പീപ്പിളിന് ലാസ്റ്റ് മന്ത് ഞാൻ ഒന്ന് ലുലു മോളിൽ പോയപ്പോ അപ്പൊ വന്ന് നിറയെ പേര് സംസാരിച്ചു. അങ്ങനെയൊക്കെ ഷോ പോയപ്പോ മലയാളീസ് എല്ലാം ഒന്ന് ഇന്റർവ്യൂ കാണാറുണ്ട്, പേര് സംസാരിച്ചു. അങ്ങനെയൊക്കെ ഷോ പോയപ്പോ മലയാളീസ് എല്ലാം ഒന്ന് ഇന്റർവ്യൂ കാണാറുണ്ടെന്ന് പറഞ്ഞു. എല്ലാരും ഇന്റർവ്യൂ കാണാറുണ്ട്. എയർപോർട്ടിൽ പോയാലും മാഡം ഇപ്പൊ മുളന്തിയെ ധ്യാൻ ചേട്ടന്റെ ശിവാങ്കിയുടെ കോമൺ ആയിട്ട് പറയുന്നതാണ് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ ഇവരുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സമാധാനാണെന്നാണ്. അങ്ങനെ ഒരുപാട് സ്ട്രെസ് ഒരുപാടുള്ള നീ ഇപ്പൊ ഇത്രയും പേര് പറഞ്ഞില്ലേ അവരുടെയൊക്കെ ഇന്റർവ്യൂവും സിനിമയൊക്കെ കാണും. എന്റെ ഇന്റർവ്യൂ മോഹൻലാൽ സാർ കൂടെ ഇന്റർവ്യൂ സൂപ്പറായി. ഏതാ? മോഹൻലാൽ സാറിന്റെ. ആരുടെ? മോഹൻലാൽ സാറിന്റെ ഇന്റർവ്യൂ എതില് വന്നു? ഇർഫാന്റെ ഇന്റർവ്യൂ എന്താണ് എല്ലാരും ഒരുമിച്ച് ഏറ്റെടുത്ത ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത്. ലാലേട്ടനെ കുറെ നാൾക്ക് ശേഷം അങ്ങനെ ചിരിച്ച് ഒരു ലാലേട്ടനെ കണ്ടു. ഇപ്പൊ ശിവാങ്കിക്ക് എന്തെങ്കിലും ഇങ്ങനെ സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ഇന്റർവ്യൂ അങ്ങ് എടുത്ത് കാണുക. ഞാൻ സെർച്ച് ചെയ്ത് അങ്ങ് ഇരുന്നങ്ങ് കാണ്. അപ്പൊ അങ്ങ് ഇന്റർവ്യൂ സ്ട്രെസ് ഒക്കെ അങ്ങ് പോവും. കേട്ടല്ലോ, കാണണേ. ഇവള് സ്ട്രെസ് ആയിട്ടിരിക്കുമ്പോ കൊറേ പിന്നെ ഒരു വലിയ കോൺവെർസേഷൻ കേൾക്കാം. 4-5 പേരുമായിട്ട് ഇവളുടെ മറ്റേ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, സിയാക്കുട്ടി, രക്ഷിത, മാനസി, പ്രിയങ്ക, ശിവാങ്കി. മാനസി രാക്ഷസി എന്ന് പറഞ്ഞത് ഞാൻ വന്ന് സ്ട്രെസ് ആയിരിക്കുമ്പോ ചിരിക്കുന്ന ഇന്റർവ്യൂ കാണില്ല. നല്ല നല്ല ഫിലോസഫിക്കലായ അതാണ് ഞാൻ ഈ ഇടയ്ക്ക് കണ്ടത്. ഭയങ്കര മെച്ചുർ. അതിന്റെ അണ്ടറിൽ കുറെ ശിവാങ്കി ഭയങ്കര മെച്ചു. ഞാൻ പേടിച്ചു പോയി. ദൈവമേ, നാളെ തന്നെ രണ്ട് ക്യാരക്ടർ അതും ഇതും. അത് ഭയങ്കര ഫിലോസഫി ആയിട്ട് എന്താ ലവിനെ കുറിച്ചൊക്കെ ഭയങ്കര വലിയവര് പറയുന്ന പോലെ സംസാരിക്കണ പോലെ. അതാ ഞങ്ങൾ രണ്ടും കൂടി അതെ 2 weeks മുന്നേ. അപ്പൊ ഞാൻ പേടിച്ചു, ദൈവം ശിവാങ്കി മെച്ചൂർ ആയി പോയോ? അങ്ങനെയല്ല, പെട്ടെന്ന് പക്വതൊക്കെ വന്ന് വേറൊരാളും സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. പണ്ട് തൊട്ടേ പക്വതല്ല ഉണ്ട്. എവിടെ തേവ അവിടെ യൂസ് ചെയ്യുള്ളൂ. അതാണ്. അങ്ങനെ മതി കേട്ടോ, ഇവിടെ പക്വത. ഓക്കെ. എന്നെ തല്ലേണ്ട ഇത് ഇവരെ രണ്ടുപേരും